ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡ് രോഗികൾക്ക്, പ്രത്യേകിച്ച് ഗുരുതരമായിട്ട് കോവിഡ് രോഗം ബാധിക്കപ്പെട്ട പേഷ്യൻസിന് ഏറെ ഗുണകരമാകും എന്ന് കരുതപ്പെടുന്ന ഒരു പുതിയ ഇനം മരുന്ന് DRDOയും ഇന്ത്യ ഗവൺമെൻറ്റും ഇന്നലെ പുറത്തിറക്കുകയുണ്ടായി. 2D ഗ്ലൂക്കോസ് എന്നാണ് ഈ മരുന്നിന് പറയുന്ന പേര്. സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുക പോലെ ഡ്രിപ്പ് പോലെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. നമുക്ക് ഒരു ചെറിയ സാഷയിൽ ലഭിക്കുന്ന ഇവ നമ്മൾ ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിക്കുന്ന പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെൻറ് ഏകദേശം 8,000-ഓളം ഡോസ് ഒഫീഷ്യലായിട്ട് പുറത്തിറക്കുകയുണ്ടായി. ഇത് സാധാരണ മൈൽഡ് കേസസ്, അതായത് വളരെ ചെറിയ രോഗലക്ഷണങ്ങളുള്ള കോവിഡ് രോഗിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. സാമാന്യം ഗുരുതരമായിട്ടുള്ള മോഡറേറ്റ് മുതൽ സിവിയർ കേസസ്, വളരെ ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രോഗികൾക്ക് ആശുപത്രി കിടക്കയിൽ വെച്ച്, അതായത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടീഷനിൽ നൽകാൻ സാധിക്കുന്ന ഒരു മരുന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 2D ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കോവിഡ് രോഗം ബാധിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കാതിരിക്കുക. ഈ മരുന്ന് എന്താണെന്ന് വിശദീകരിക്കാം. 2D ഗ്ലൂക്കോസ് എന്ന ഈ മെഡിസിൻ യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്തത് DRDOയുടെ കീഴിലുള്ള ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ ആൻഡ് അപ്ലൈഡ് സയൻസും അതോടൊപ്പം തന്നെ ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറിയും ചേർന്നിട്ടാണ് ഒരു കമ്പൈൻഡ് യൂണിറ്റ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തത്. ഈ മെഡിസിൻ ആക്ച്വലി കണ്ടുപിടിച്ചത് കൊറോണ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല, കോവിഡ് പേഷ്യൻസിന് വേണ്ടിയിട്ടല്ല. ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ക്യാൻസർ രോഗികൾക്ക് അവരുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ അനിയന്ത്രിതമായി പെറ്റുപെരുകുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കണ്ടുപിടിക്കപ്പെട്ട ഒരു മരുന്നാണ്. ഈ മരുന്ന് 2020 കോവിഡ് പേഷ്യൻസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയത്ത് അവർക്ക് ഏതൊക്കെ മരുന്ന് ഉപയോഗിക്കാം എന്നുള്ളത് റിസർച്ചിൻ്റെ ഇടയ്ക്ക് ഈ മരുന്ന് 2D ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് കോവിഡ് രോഗികളിൽ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. ഇത് കഴിഞ്ഞ വർഷത്തിൽ അതിൻ്റെ ഫസ്റ്റ് ഫേസ് അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒക്ടോബറോടുകൂടി സെക്കൻഡ് ഫേസ് അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കഴിഞ്ഞ വർഷം നവംബർ ഡിസംബറോടുകൂടി തുടങ്ങിയ തേർഡ് ഫേസ് ഒരു ക്ലിനിക്കൽ സ്റ്റഡീസ് ഏകദേശം ഈ വർഷം, അതായത് 2021 മാർച്ച് വരെ കൊണ്ടാണ് അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഡാറ്റ പ്രിപ്പയർ ആയത്. ഈ 3 ഫേസ് സ്റ്റഡീസിൽ നിന്നും ഈ മരുന്ന് കോവിഡ് രോഗികൾ, പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള കോവിഡ് രോഗികളിൽ വളരെ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ മരുന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ, പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള കോവിഡ് രോഗികളിൽ ഉപയോഗിക്കാനുള്ള അനുമതി തുടങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ സംശയവും ഈ പുതിയ മരുന്നിനെ കുറിച്ചായിരുന്നു. 2D ഗ്ലൂക്കോസ് യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും 2 ഓക്സിജൻ മോളിക്യൂളിനെ നീക്കം ചെയ്തിട്ടാണ് 2D ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് 2-deoxy D ഗ്ലൂക്കോസ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. ഇത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഗ്ലൂക്കോസിൻ്റെ ഒരു അനലോഗാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ്സ് ബേസിക് ആയിട്ടുള്ള പഞ്ചസാരയാണ്. ഈ പഞ്ചസാര സാധാരണ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരം ഈ ഗ്ലൂക്കോസിനെയാണ് കൺവേർട്ട് ചെയ്ത് എനർജിയാക്കി നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കുമുള്ള ഊർജ്ജോൽപാദനം നടക്കുന്നത് ഈ ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നുമാണ്. ഈ ഗ്ലൂക്കോസ് തന്മാത്രയിൽ സമഗ്രമായ ഒരു മാറ്റം വരുത്തി 2D ഗ്ലൂക്കോസ് എന്ന മരുന്നാക്കി നമ്മുടെ ശരീരത്തിന് നൽകുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജോൽപാദനത്തിൽ വലിയൊരു വ്യത്യാസം വരുത്തുന്നു. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതിന് പകരം ക്യാൻസർ കോശങ്ങൾ ഈ ഊർജ്ജത്തിനെ വലിച്ചെടുത്തുകൊണ്ട് പോയി അവയുടെ മെറ്റബോളിസത്തിന് വേണ്ടി വലിയ തോതിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ക്യാൻസർ രോഗികളെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ പെട്ടെന്ന് അവർ മെലിഞ്ഞു വരുന്നത് കാണാം. കാരണം അവരുടെ ശരീരത്തിൻ്റെ നോർമൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം ലഭിക്കത്തില്ല. ഈ ക്യാൻസർ കോശങ്ങൾ ഈ ഊർജ്ജത്തിനെ എടുത്തുകൊണ്ട് പോകും. ഈ സിറ്റുവേഷൻ സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് 2D ഗ്ലൂക്കോസ് അവർക്ക് നൽകുന്നത്. 2D ഗ്ലൂക്കോസ് എന്നിട്ട് ശരീരത്തിലുള്ള ഈ ഊർജ്ജോൽപാദനത്തിനെ കുറയ്ക്കുന്നു. ക്യാൻസർ കോശങ്ങൾക്ക് ഊർജ്ജം ലഭിക്കാതെ ഇവ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നു. ഇങ്ങനെയാണ് ഈ ക്യാൻസർ ചികിത്സാ രംഗത്ത് ഈ 2D ഗ്ലൂക്കോസ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും ഫലപ്രദമായിട്ടുള്ള 2D ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മരുന്ന് കോവിഡ് രോഗികൾ, പ്രത്യേകിച്ച് ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികളിൽ ഉപയോഗിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നത് 2 തരത്തിലാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ആദ്യം ഈ കൊറോണ വൈറസ് കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ സ്വന്തം കോശങ്ങൾക്കകത്ത് കയറിയിട്ടാണ് അവയ്ക്കകത്ത് ഇത് പെറ്റുപെരുകുന്നത്. എന്നിട്ട് നമ്മുടെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതോടൊപ്പം ഏകദേശം 100 ഇരട്ടിയായിട്ട് ഈ വൈറൽ ലോഡ് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നു. വളരെ ഉയർന്ന അളവിലുള്ള ഈ കൊറോണ വൈറസിൻ്റെ ലോഡ് നമ്മുടെ ശരീരത്തിൽ പെരുകുമ്പോഴാണ് നമുക്ക് ഇത് ഗുരുതരമാകുന്നതും നമ്മുടെ ശരീരത്തിലെ ഒരുപക്ഷെ കടുത്ത ന്യൂമോണിയ പോലെ രക്തത്തിൽ ഓക്സിജൻ കുറയുന്ന ഒരവസ്ഥയും ഉണ്ടാക്കുന്നത്. 2D ഗ്ലൂക്കോസ് മരുന്ന് നൽകുമ്പോൾ ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ഈ
കോവിഡ് വൈറസുകൾ പെറ്റുപെരുകുന്ന ഹോസ്റ്റ് സെല്ലുകളുണ്ടല്ലോ, ഈ സെല്ലുകളെ പോയിട്ട് നശിപ്പിച്ച് കളയുന്നു. അതായത് എവിടെയാണോ ഈ കൊറോണ വൈറസ് പെറ്റുപെരുകുന്നത് ആ കോശങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഈ 2D ഗ്ലൂക്കോസ് മോളിക്യൂൾ നശിപ്പിച്ച് കളയുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്തെന്നറിയാമോ? നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗിയുടെ ശരീരത്തിൽ ഈ കൊറോണ വൈറസിന്റെ ലോഡ് പെട്ടെന്ന് കുറയുന്നു. നമ്മൾ സാധാരണ ഒരു ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് നൽകുന്ന മറ്റു മരുന്നുകൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിനും രോഗി പെട്ടെന്ന് ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറുന്നതിനും ഈ 2D ഗ്ലൂക്കോസ് മരുന്നത് സഹായിക്കുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത്, സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മെറ്റബോളിസം, അതായത് ഊർജ്ജോൽപാദനം നടക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഉയർന്ന അളവിൽ ഓക്സിജൻ ആവശ്യമാണ്. നമ്മൾ സാധാരണ ശ്വാസത്തിലൂടെ എടുക്കുന്ന ഓക്സിജൻ നമ്മുടെ കോശങ്ങളിലേക്ക് എത്തുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജോൽപാദനത്തിനും ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് കോവിഡ് ബാധിതയായി ആശുപത്രിയിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് ഓൾറെഡി ഓക്സിജൻ്റെ അളവ് രക്തത്തിൽ കുറവായിരിക്കും. അവർക്ക് ഈ 2D ഗ്ലൂക്കോസ് മരുന്ന് നൽകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഈ എനർജി ഉൽപ്പാദനത്തിനായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നതിനെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ കണ്ടിട്ടുള്ളത്, ഗുരുതരമായിട്ടുള്ള കോവിഡ് രോഗം ബാധിച്ച പേഷ്യൻസിന് ഈ 2D ഗ്ലൂക്കോസ് മരുന്ന് നൽകിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നതിന് ഏകദേശം 42% കുറയ്ക്കാൻ സാധിക്കും എന്നാണ്. ഒരുപക്ഷെ പലർക്കും ഇത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലച്ചോറിലെ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും ഓക്സിജൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഓക്സിജൻ ആവശ്യമാണ്. ഈ 2D ഗ്ലൂക്കോസ് മരുന്ന് നൽകിക്കഴിഞ്ഞാൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഓക്സിജൻ മാറ്റിവെക്കുന്നതിനെ പെട്ടെന്ന് കുറയ്ക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്തെന്നറിയാമോ? നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ് ഒരു പരിധിക്ക് മുകളിൽ കുറയത്തില്ല. പകരം നമ്മുടെ തലച്ചോറിലും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും കൃത്യമായിട്ട് ഓക്സിജൻ എത്തും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഈ 2D ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മരുന്ന് കോവിഡ് രോഗികളിൽ ഗുണകരമാകുന്നത്. ഇതുവരെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഗുരുതരമായിട്ട് കോവിഡ് രോഗം ബാധിച്ചവരിൽ ഈ 2D ഗ്ലൂക്കോസ് മരുന്ന് നൽകി കഴിഞ്ഞാൽ അവരിൽ സാധാരണ കോവിഡ് രോഗം നെഗറ്റീവ് ആകുന്ന, അതായത് കൊറോണ വൈറസ് നെഗറ്റീവ് ആകുന്ന സമയത്തിനേക്കാൾ ഏകദേശം 2.5 മുതൽ 3 ദിവസം നേരത്തെ അവർക്ക് രോഗം മാറുന്നതായിട്ട്, അതായത് ഈ വൈറസ് നെഗറ്റീവ് ആകുന്നതായിട്ട് കണ്ടെത്തുകയുണ്ടായി. ഇതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വൈറൽ ലോഡ് പെട്ടെന്ന് കുറയ്ക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗവൺമെൻറ് ഈ മരുന്ന് കോവിഡ് രോഗികളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ളത്. ഈ മരുന്നിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. ഈ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചുകൾ നടക്കുന്നുണ്ട്. റിസർച്ച് റിപ്പോർട്ടുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഈ 2D ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മരുന്ന് നമ്മുടെ കരളിലും വൃക്കയിലും പ്രവർത്തിക്കുന്നില്ല, അതായത് അവയെ അഫക്റ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് വരുന്ന വൈറൽ ലോഡിനെ നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നില്ല എന്നും കണ്ടെത്തുകയുണ്ടായി. മാത്രമല്ല, ഈ മരുന്ന് ഹൃദ്രോഗികളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഹൃദ്രോഗികളിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന രീതിക്കുള്ള പഠനങ്ങളും ഇപ്പോൾ നടന്നു വരികയാണ്. എന്തായാലും കോവിഡ് രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന രോഗികളിൽ, അതായത് ഇത്രത്തോളം മാരകമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ ഈ മരുന്ന്, പ്രത്യേകിച്ച് 2D ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മരുന്ന് ഏറെ ഗുണകരമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോവിഡ് രോഗ ചികിത്സയിൽ പ്രത്യാശയുടെ ഈ പുതിയ അറിവ് നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഈ 2D ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചുള്ള അറിവ് ഗുണകരമാകും എന്ന് ഉറപ്പാണ്. കോവിഡ് വൈറസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.